ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഒട്ടും കുഴഞ്ഞു പോവാതെ വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ പ്രഷർ കുക്കറിൽ ഈസിയായി ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. ആവശ്യമായ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് അടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഒരു സവാള വളരെ തിന്നായി മുറിച്ചത്, ഒരു പച്ചമുളക് നെടുകെ കീറിയത്, ഒരു പിടി പുതിന ഇല, ഒരു പിടി മല്ലിയില, ബീൻസ് അര കപ്പ് ക്യാരറ്റ്, ഒരു തക്കാളി, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അര കപ്പ് ഉരുളക്കിഴങ്ങ്, അതുപോലെ 2 കപ്പ് കൈമ റൈസ് 30 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം വെള്ളം വാരാനായി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഒരു സ്റ്റാർ അനീസ്, 3 ഏലക്കായ, 1 പീസ് പട്ട, 3 ഗ്രാമ്പു, ഒരു ബേ ലീഫ് കൂടിയിട്ട് ഒന്ന് മുരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള തിന്നായി മുറിച്ച് വെച്ചില്ലേ, അതിട്ട് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുമ്പം അതിലേക്ക് നെടുകെ മുറിച്ച പച്ചമുളക് കൂടി ഇട്ട് ഉള്ളിയെല്ലാം ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. ബ്രൗൺ കളർ ആയതിനു ശേഷം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഒരു തക്കാളിയും ആവശ്യത്തിന് ഉപ്പും, ഒരു പിടി പുതിനയിലയും, ഒരു പിടി മല്ലിയിലയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെക്കുന്നതാണ് നല്ലത്. മസാല കരിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ച വെജിറ്റബിൾസ് ഇടാം. 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ബീൻസ്, കുറച്ച് ഉരുളക്കിഴങ്ങാണ് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്നത്. ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതിടാം, കോളിഫ്ലവർ ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇടാം. പക്ഷെ എല്ലാം കുറച്ച് മതി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിക്കില്ല. പച്ചക്കറി ഇഷ്ടമില്ലാത്ത കുട്ടികളാണല്ലോ അധികവും. അത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടിയിട്ട് മസാലകൾ കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വഴറ്റണം. ഇതിലേക്ക് 1/4 കപ്പ് ഉടച്ച തൈരൊഴിച്ച് ഒന്നുകൂടി വഴറ്റണം. ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവും. ഇനി ഇതിലേക്ക് ഇരട്ടി വെള്ളം, അതായത് 2 കപ്പിന് 4 കപ്പ് ചൂടുവെള്ളം വേണം ഒഴിക്കാൻ കേട്ടോ. തണുത്ത വെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിൽ നിൽക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ റൈസിന് ആവശ്യത്തിന് ഉപ്പുണ്ടാവുള്ളൂ. നല്ലപോലെ തിളച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അരിയിടാം. നല്ലപോലെ കഴുകി അരമണിക്കൂർ കുതിർത്ത് ഊറ്റിവെച്ച അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അരിയിട്ട ശേഷം ഒന്ന് ഇളക്കാം. ഇനി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി കുക്കർ അടച്ച് 1 വിസിലിന് വേവിക്കാം. വാഷറും വിസിലും എല്ലാം ഇടണം കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇത്ര എളുപ്പമാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു അല്ലേ? പെട്ടെന്ന് തന്നെ വിസിൽ വരും. കുക്കറിന്റെ പ്രഷർ എല്ലാം പോയ ശേഷം നമുക്കതൊന്ന് തുറന്നു നോക്കാം. ബിരിയാണി ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ഒരു ഫോർക്ക് എടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങിട്ട് ഇളക്കരുത്. ഒന്ന് സൂം ചെയ്ത് കാണിക്കാട്ടോ. റൈസ് ഒന്നും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടില്ല. കൂട്ടുകാരെ, എങ്ങനെയുണ്ട് ഈ റെസിപ്പി? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്